അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളികളും അതേപോലെ തന്നെ വിഷമങ്ങളൊക്കെ സഹിച്ചും പൊറുത്തും ക്ഷമിച്ചും ജീവിച്ച് കൊണ്ടുപോകുന്ന ഒരുപാട് പെൺസുഹൃത്തുക്കളെ നമുക്ക് കാണാൻ പറ്റും. ആ വീട്ടിലെ അതേ രൂപത്തിൽ തന്നെ വളർന്നു വന്നിട്ടുള്ള ഉമ്മമാരായിരിക്കും ഇതിൻ്റെയൊക്കെ പിന്നിൽ കാരണം. എന്തോ ഒരു പ്രശ്നം അവർക്ക് ഇപ്പോഴും നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പുതിയ കാലത്ത് വന്നിട്ടുള്ള അല്ലെങ്കിൽ മകൻ കെട്ടിക്കൊണ്ടു വന്നിട്ടുള്ള പെണ്ണിനോട് എന്തോ ഒരു വെറുപ്പ്. തുടക്കം നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കണ്ടെത്താൻ പറ്റുന്നൊരു കാര്യം, അവിടെ നമ്മൾ അനുഭവിക്കാത്തതൊന്നും ഇവരും അനുഭവിക്കേണ്ട. നമ്മളെ പഴയ കാലത്ത് എവിടെയും വിട്ടിട്ടില്ല, അതുകൊണ്ട് ഇവിടെ ഇവരാരും പോകേണ്ടതുമില്ല. ഇങ്ങനെയുള്ള ഒരു അസ്വാരസ്യങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ചേരിചേരാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് വലിയ പ്രതിസന്ധി ആ കുടുംബത്തിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ഈ പാവം ഉമ്മയെങ്കിലും മനസ്സിലാക്കേണ്ടത്. കൃത്യമായിട്ട് നമ്മളൊന്നും ചിന്തിക്കുകയാണെങ്കിൽ ജീവിതം എന്ന് പറയുന്നത് വിശാലമാണ്, ലോകവും വളരെ വിശാലമാണ്. പക്ഷേ കുടുസായ ചിന്താഗതികൾ കൊണ്ട് ഒരുപാട് പെൺസുഹൃത്തുക്കളും അതുപോലെ ഒരുപാട് സഹോദരന്മാരും നേറി ജീവിക്കുന്നുണ്ട് എന്നുള്ളത് ഓരോ ഉമ്മമാരും മനസ്സിലാക്കണം. നമ്മുടെ ജീവിതം അവരെയും കൂടി കാണിക്കാനായിരുന്നു പഴയ കാലത്ത് നമ്മൾ ജീവിച്ചത്. അതാ ഉമ്മയും വാപ്പയും ജീവിച്ചത്. മക്കൾ കണ്ട് സന്തോഷിക്കട്ടെ എന്നുള്ളതാണ്. ഇനി അവർ ജീവിക്കുന്നത് കണ്ടിട്ട് നമ്മൾ സന്തോഷിക്കുക, അതാണല്ലോ അതിൻ്റെ ശരിയായ വശം. അല്ലാതെ നമ്മൾ കൂട്ടാതെ എവിടെയും പോകരുത്. നമ്മൾ പോയാൽ അവർക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മുടെ സമ്മതമില്ലാതെ എങ്ങോട്ടും പോകരുത്. നമ്മൾ തീരുമാനിക്കണം അവരെങ്ങോട്ട് പോകണം, എപ്പോൾ പോകണം. ആ രീതിക്കുള്ള കാലഘട്ടങ്ങൾ ഒരുപക്ഷെ നമുക്ക് മുമ്പുണ്ടായേക്കാം. പക്ഷേ ഈ കാലഘട്ടത്തിലെ പുതിയ ജനറേഷൻ, പുതിയ യുവാക്കൾ അത് അംഗീകരിക്കുന്നില്ല എന്ന് വളരെ സ്നേഹത്തോടെ ഓരോ ഉമ്മമാരോടും പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എൻ്റെ മകൻ എപ്പോഴും ഞാൻ പറയുന്നത് കേൾക്കണം, പക്ഷേ ആ പറയുന്നത് അവർ കേൾക്കുന്നുണ്ട്. പക്ഷേ പല തവണകളിലായിട്ട് നിങ്ങൾ പറയുന്ന അടുക്കി ഭരണം അത് അവർക്ക് എപ്പോഴും ഉപകാരപ്പെടുന്നില്ല എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കുക. കാരണം ചിറക് വെച്ച് പാറി പറന്നു പോകുന്ന ഒരു കിളിയെ പിടിച്ച് കൂട്ടിലിട്ടിട്ട് എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തിട്ട് പറയാം നിനക്കെല്ലാം കിട്ടിയല്ലോ. ആ കിളിയും പറയും എനിക്കൊന്നും കിട്ടിയിട്ടില്ല. കാരണം കിളിയുടെ ആവശ്യം ജന്മന പറന്ന് ജീവിക്കുക എന്നതാണ്. അതേപോലെ ഒരു വിവാഹം കഴിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, വിവാഹം കഴിച്ച ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണിനെ കൂട്ടി പല സ്ഥലങ്ങളിലായിട്ട് ടൂറ് പോകലും അതുപോലെ തന്നെ അവരുടെ എൻജോയ്മെൻറ്റ് ആ കാലഘട്ടത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്തേ പറ്റുള്ളൂ. അതിന് നമ്മൾ മാതാപിതാക്കൾ തുറന്നു കൊടുക്കണം. അല്ല അങ്ങനെയല്ലാത്തൊരു സ്ഥിതിവിശേഷമാണെങ്കിൽ ആ കുടുംബത്തിൽ ഒരു സ്വസ്ഥതയുണ്ടാവില്ല. ഒന്ന്, നിങ്ങൾക്ക് മക്കളെ കിട്ടുന്നില്ല എന്ന് ചിന്തിച്ചിട്ട് സ്വസ്ഥത നഷ്ടപ്പെടുന്നു. മറ്റ് മക്കൾ ഉമ്മയും വാപ്പയും ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് ചിന്തിച്ചിട്ട് അവരുടെ സ്വസ്ഥതയും നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കൾ അനുഭവിക്കുന്ന സന്തോഷങ്ങളൊക്കെ നമ്മളായിട്ട് അങ്ങോട്ട് മുടക്കാൻ നിൽക്കരുത്. കാര്യമായി അവർക്കത് തുറന്നു കൊടുക്കുക. എങ്കിൽ അവരുടെ സന്തോഷത്തിൽ നമുക്ക് വലിയൊരു സന്തോഷം പങ്കുവെക്കാൻ കഴിയും. പക്ഷെ ഒരൊറ്റ വിഷയമുള്ളൂ നമ്മുടെ വിഷയത്തിൽ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ളൊരു കാര്യം, നമ്മുടെ മനസ്സൊന്ന് വിശാലമാക്കി കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ എല്ലാവർക്കും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും. ഒരുപാട് വീടുകളിൽ മരുമക്കളായിട്ടുള്ള ആളുകൾ അനുഭവിക്കുന്ന യാതനകൾ, വേദനകൾ ഇതിൽ ഉമ്മമാരൊന്ന് സഹകരിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ അതൊക്കെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. പക്ഷേ ഉമ്മമാരാകട്ടെ ഉമ്മമാരുടെ വൈബിനനുസരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു. ഉമ്മമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള ബോധ്യമാണ്. പക്ഷേ ഉമ്മയൊന്ന് വിശാല ചിന്താഗതിയിൽ മനസ്സിലാക്കണം. കാലങ്ങൾ കുറേ പുരോഗമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ മക്കൾ ജീവിക്കേണ്ട സമയത്ത് ജീവിച്ചേ പറ്റുള്ളൂ. നമ്മൾ ജീവിച്ചോ ഇല്ലയോ എന്നല്ല. പഴയ കാലഘട്ടവും ഈ കാലഘട്ടവും നമ്മൾ അനുഭവിക്കുന്നത് പല വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങളാണ്. പണ്ട് കാലത്ത് വിഷറി കൊണ്ട് വീശിച്ചിട്ടാണ് നമ്മൾ കാറ്റ് കൊണ്ടിട്ടുള്ളത്. ഇന്നൊരു സ്വിച്ച് ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, ഫാന് കറങ്ങും. ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മളും വിശാലമായി ചിന്താഗതിയും വളർത്തിക്കൊണ്ടുവരണം. അപ്പോൾ മാത്രമേ നമ്മുടെ കൂട്ടുകുടുംബത്തിൽ സന്തോഷവും വളരെ സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതവും കെട്ടിപ്പടുക്കാൻ കഴിയുള്ളൂ. അല്ലാതെ യാന്ത്രികമായിട്ട് ജീവിക്കുന്ന, എല്ലാ അർത്ഥത്തിലും ഗെയിനറിലെ അമ്മിക്കുട്ടീനെ പോലെ കുടുങ്ങി ജീവിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഒരാൾക്കും നമ്മളായിട്ട് സമ്മാനിക്കരുത്. എല്ലാവർക്കും സ്വസ്ഥത ഉണ്ടാകട്ടെ, എല്ലാവർക്കും നന്മ വരട്ടെ, എല്ലാവരും നല്ല രീതിക്കുള്ള ജീവിതം കെട്ടിപ്പടുക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഓരോ ഉമ്മമാരും ജീവിക്കുമ്പോൾ അവിടെയുള്ള ഓരോ മക്കൾക്കും സ്വർഗ്ഗതുല്യമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ അവർക്ക് തന്നെ മനസ്സുകൊണ്ടൊരു വിശാലത കിട്ടും. ഇനിയെങ്കിലും നമ്മൾ അതിലേക്ക് വേണ്ടി തയ്യാറെടുക്കുക.